ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ നമ്മൾ ഉച്ചക്ക് 12 മണിക്ക് വീട്ടിൽ നിന്ന് പോവാണ്. 12 മണി പറഞ്ഞ കാര്യമില്ല, ഉച്ചയെന്നും പറഞ്ഞിട്ട് നല്ല പുറത്ത് നല്ല അടിപൊളി മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ നമ്മളെ രണ്ട് കുട്ടീസ് ഉണ്ട്, അസീം ജന്നയുണ്ട്, പിന്നെ നമ്മളുടെ ബാസിൽക്കി ഉണ്ട്. അപ്പൊ രണ്ടാളും ഭയങ്കര ഹാപ്പിയിലാണ്, ഞാനും ഹാപ്പിയിലാണ് കേട്ടോ. അപ്പൊ ഇതാ ജന്ന ഡാൻസും പാട്ടൊക്കെ ആയിട്ട് പോവാണ്. എവിടുക്ക പോണെന്ന് അറിയണ്ടേ? തമ്മനയിൽ കണ്ടുണ്ടാവും. ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല പപ്പ വിത്ത് പപ്പ പോവാണേ. സോ സാഡ്. നിങ്ങൾ ഹാപ്പിയിലാണ്, ഞങ്ങള് അപ്പൊ ഓക്കെ. അങ്ങനെ 2 മാസത്തിന് ശേഷം പിന്നെയും തിരിച്ച് നാട്ടിൽ വരികയാണ്. ഒരു വിസിറ്റില് അബുദാബിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളവിടെ ഉണ്ടായിരുന്നു. അതിനീശാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ മക്കളൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം തന്നെ ഉറങ്ങി രണ്ടാളും. ഇതിനും പുറത്ത് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറിയ വെയിലൊക്കെ ഒതിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ ടൈം എടുത്തിട്ടോ, വഴി ബ്ലോക്ക് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴത്തേനും ആസ് എണീറ്റ്, പിന്നെ ആൾക്ക് ഫ്രണ്ട് ഇരിക്കണം കുറച്ചു നേരം. അങ്ങനെ കുറച്ചു നേരം ഫ്രണ്ട് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ബാക്കിൽ ഒരു കണ്ണ് കാണുന്നു. അത് ജന്മി എണീറ്റുണ്ടായിരുന്നു. ജന്മ പിന്നെ വലിയ സീനാക്കില്ല. നമുക്ക് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ മതി മാക്സിമം എയർപോർട്ടിൽ എത്താൻ. പക്ഷെ ഈ മഴയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ 3-3.5 മണിക്കൂറോളം എടുത്ത് എയർപോർട്ടിൽ എത്താന്. പിന്നെ അവര് 2:30ക്കാണ് അവിടെ ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. നമ്മൾ എത്തുമ്പോൾ 3 മണിയായി. എന്തായാലും നമ്മളവിടെ എത്തലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ അവർക്ക് അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വന്നില്ല. അൽഹംദുലില്ലാ. അപ്പൊ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങളും അവരും എയർപോർട്ടിലെത്തി. പിന്നെ ഉമ്മാക്ക് ഫ്ലൈറ്റ് ഇരുന്ന കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോ ചെറിയ ചെവി അടഞ്ഞെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ആ ഉമ്മിപ്പും വരുന്ന്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാണ്ട് രണ്ടാളും സുഖമായിട്ട് തന്നെ നാട്ടിലെത്തി. വേഗം ഉമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന്. ജന്ന പിന്നെ കുറച്ച് നാണക്കാരിയാണ്. അപ്പൊ വേണം വേണ്ടി വെച്ചിട്ടാണ് ആള് പോണത്. അങ്ങനെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടുന്ന് ഇറങ്ങി. കാരണം അവിടെ അധികം ടൈം നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മള് പുറത്തിറങ്ങി നമ്മൾ തിരിച്ച് നമ്മ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറണം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയതിൻ്റെ ശേഷമാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. നമുക്ക് ഈ യാത്രയിൽ നോൺ വെജിനെക്കാട്ടും ഇഷ്ടം വെജാണ്. അപ്പൊ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ ശരവണ ഭവൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയതിൻ്റെ ശേഷം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കി. നമ്മൾ മെയിനായിട്ട് മസാല ദോശയും നെയ് റോസ്റ്റും, പിന്നെ മക്കൾക്ക് കുഞ്ഞു കോയൻ പൊറോട്ട ഉണ്ടായിരുന്നു. ഉമ്മ പിന്നെ ഉമ്മക്കൊന്നും കഴിക്കാൻ വയ്ക്കൂല പറഞ്ഞിട്ട് ഒരു വടയും ചായയും മാത്രമാണ് കഴിച്ചത്, ഉഴുന്നുവടയും ചായയും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഉമ്മ ഇഞ്ചി മിഠായി കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷമാണ്, കുറെ കാലത്തിന് ശേഷവും ഇഞ്ചി മിഠായി കഴിക്കണം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ച് നമ്മൾ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. കാരണം കുറെ നേരമായി അവർ വിളിച്ചുകൊണ്ട്, താത്താരായാലും എക്കായാലും കുറെ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്താനായോ എത്തി വിളിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ആരും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 7-7:30 ആയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. റോഡില് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ആ വീട്ടിലെത്തി. എല്ലാവരും ഉപ്പാനെയും ഉമ്മാനെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനത് ആ വീട്ടിലെത്തി. കുറച്ച് നേരം ഇരുന്ന് കുറച്ച് സുലൈമാനിയും കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഗൾഫിൽ നിന്ന് വന്ന അടുത്ത നമ്മളുടെ പെട്ടിപൊട്ടിക്കൽ ചടങ്ങുണ്ടല്ലോ. അപ്പൊ ഉപ്പയും ഉമ്മയും പേരക്കുട്ടികളും മെയിനായിട്ട് സജീവമായിട്ട് നിന്നിട്ട് ഉഷാറായിട്ട് പെട്ടിപൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഉണ്ട്, മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും ആൻഡ് ബൈ.